കോൺഗ്രസിന് ഭാവിയില്ല. എന്താ ആവശ്യം? കോൺഗ്രസ് എങ്ങനെ ഭാവി ഉണ്ടാകാനാണ്? ആരിയ്ക്കുന്നു? ആ ഡൽഹിയിലിരിക്കുന്ന ആൾക്ക് തന്നെ അയാളെ ഒരു കളിപ്പിള്ളേരുടെ കൂട്ട് കിടക്കുക. എന്നാ രാഹുൽ ഗാന്ധി. അയാൾക്ക് പല ബോധമുണ്ട്. പറയുന്നത് തന്നെ മഠയത്തരങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വോട്ടിൽ കള്ളത്തരം നടത്തി എന്നുള്ളതാണല്ലോ ഇവിടെ ആരോപണം. കർണാടകത്തിൽ എങ്ങനെ ഇവിടെ കോൺഗ്രസിന് ഗവൺമെന്റ് വന്നു? ആ കള്ളവോട്ട് കൊണ്ടാണോ വന്നത്? അത് പറയണ്ടേ? എന്നാ തെളിവെന്നേ? എന്നാ തെളിവ്? ഞാൻ മുഴുവൻ വായിച്ചിട്ട് തെളിവ് ഞാൻ കാണുന്നില്ല. അത് തന്നെയല്ല വന്ന് മോദിജി വന്ന് എല്ലായിടത്തും കള്ളവോട്ട് ചെയ്യാർക്കായിരുന്നു. എന്താ അർത്ഥം കൊണ്ട് ഈ പറയുന്നതിനകത്ത്? ഇയാളെ ഈ കർണാടകത്തിൽ എങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു പറയണ്ടേ? അവിടെ വോട്ട് ചേർത്ത എങ്ങനെ? ഇന്ത്യ മുഴുവൻ ഒരേ രീതിയിലല്ലേ വോട്ട് ചേർത്തത്. കർണാടകത്തിൽ പ്രത്യേകം ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ മോദിയെ കുറ്റം പറഞ്ഞ കാര്യം? ഒരു കാര്യമില്ല. രാഹുൽ ഗാന്ധി എന്ന് ഒരു 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 രാഷ്ട്രീയത്തിൽ എല്ലാം തകർന്നവൻ ഇപ്പം ഒരു പിടിവള്ളിയായിട്ട് വോട്ട് ചേർക്കാൻ പറഞ്ഞുകൊണ്ട് നടക്കുക. നിലനിൽക്കാനാണ് എൻ്റെ ഉറച്ച ഇപ്പം നിൽക്കുക. അതായത് ഇന്ദിരാജി പോലൊരു നേതാവില്ല ഇപ്പോൾ. ഇയാളെന്താ ഇത് നീക്കുക തന്നെ അറിയത്തില്ല. പിന്നെ പ്രതിപക്ഷം ഒന്ന് ആലോചിക്കണം. പാർലമെന്റിൽ രൂക്ഷമായ ചർച്ച നടക്കുക. രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? പ്രതിപക്ഷ നേതാവാണ്. അയാൾ വേണ്ടിയില്ല. സോണിയാഗാന്ധി സംസാരിച്ച് സോണിയ ഇവരുടെ മറുപടി പറയേണ്ടവൻ. ജനങ്ങളുടെ കഴിവില്ല. പുറത്ത് പി എഴുതി കൊടുക്കണം. സഭയ്ക്കകത്ത് എഴുതി കൊടുക്കാൻ പറ്റുമോ? അന്നേരെ മറുപടിയല്ല. ഒരു പരാജയമാണ് രാഹുൽ ഗാന്ധി. ഇപ്പം രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രിയാണ്. പിന്നെ നമ്മുടെ വേണുഗോപാൽ ഒരു മുഖ്യമന്ത്രിയാണ്, കെ സി വേണുഗോപാൽ. സതീശൻ മുഖ്യമന്ത്രി ആയിട്ടാണ് നടക്കുന്നത്.